ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊല നമ്മുടെ കേരളത്തിൽ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചേർത്തലയിൽ നിന്നും മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ വരുന്നത്. സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്നും കുറേ അസ്ഥികൂടങ്ങൾ പിടിച്ചു എന്നുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? ഈ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന അയാൾക്ക് ഏതാണ്ട് ഇപ്പോൾ 67 വയസ്സ് അല്ലേ? 67 വയസ്സുണ്ട്, 68 വയസ്സുണ്ട്. അപ്പോൾ അയാൾ ജൈനമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കൊലപാതകവും അല്ലെങ്കിൽ അവരെ കാണാതായതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണമാണ് ഇതിലേക്കെല്ലാം എത്തിച്ചത്. അവരുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കണ്ടെത്തുകയും ഇദ്ദേഹം താമസിച്ചിരുന്നത് തന്നെ പള്ളിപ്പുറം എന്ന് പറയുന്ന ചേർത്തലയിലൊരു പ്രദേശത്ത്. ഇദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് ഭാര്യ വീട്ടിൽ ഏറ്റുവാനൂരാണ്. പക്ഷേ പള്ളിപ്പുറത്ത് ഇദ്ദേഹത്തിനൊരു വീടുണ്ട്. അവിടെ 2.5 ഏക്കറിലാണ് ഒരു വീടിരിക്കുന്നത്. അത് വളരെ ദുരൂഹമായിട്ടുള്ളൊരു വീടാണ്. ആ വീടിനകത്തേക്ക് ഇയാളുടെ റൂമിൽ മാത്രം ഇപ്പോൾ അത് ടൈൽസ് മാറ്റി എന്തോ ഗ്രാനൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ വലിയ സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇയാളുടെ പറമ്പിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഇവരുടെ ചില വസ്ത്രങ്ങളടക്കം അല്ലെങ്കിൽ ആഭരണങ്ങളടക്കമുള്ള നിരവധി കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹം ബാങ്ക് അക്കൗണ്ടുകളിലൊക്കെ തന്നെ കോടികളുടെ ഇടപാടുകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നേരത്തേക്ക് അവിടുത്തെ നാട്ടുകാരോടൊക്കെ ഞാനൊന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് അവിടെ ചെറിയ ചെറിയ മോഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണെന്നാണ് സെബാസ്റ്റ്യൻ. അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഒരു നേരെവോ പാർട്ടിയല്ല. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് മുതലേ തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ കാണാതായിട്ടുണ്ടെങ്കിൽ അത് സെബാസ്റ്റ്യൻ എടുത്തിട്ടുണ്ടാവും എന്നാണ് ആളുകളൊക്കെ നാട്ടിൽ പറയാറുണ്ടായിരുന്നത്. പിന്നെ ഇദ്ദേഹം ഒരൊറ്റപ്പെട്ട് ഉൾവലിഞ്ഞുള്ള ജീവിതമായിരുന്നു. പക്ഷേ നാട്ടുകാരിലെല്ലാം നിരവധി ആ സുഹൃത്തുക്കളുമായിട്ടും ആളുകളൊക്കെ ആയിട്ട് വലിയ ബന്ധപ്പെടുകയും വളരെ മാന്യമായിട്ടുള്ള കുറേ സംഭാഷണങ്ങളും അതുപോലെ പെരുമാറ്റ രീതികളും ഒക്കെയാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ജൈനമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവരെ കൊലപാതകം സംശയിക്കുന്ന കാര്യത്തിലുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ മറ്റു 3 സ്ത്രീകളിലും കൂടിയായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ബിന്ദു പത്മനാഭൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ, അതുപോലെ ഐഷ എന്ന് പറയുന്ന ഒരു സ്ത്രീ. ഐഷനെ കാണാതാവുന്നത് 2012 മെയ്യിലാണ്. അതുപോലെ തന്നെ സിന്ധു എന്ന് പറയുന്ന ചേർത്തലയുള്ള അവരെ കാണാതാകുന്നത് 2020 ഒക്ടോബറിലാണ്. മറ്റേ ബിന്ദു പത്മനാഭനെ കാണാതാകുന്നത് 2022 ഞാൻ പറഞ്ഞത് ഈ സ്ത്രീകൾക്കെല്ലാം ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർ ഒരു 40 വയസ്സിനും 50 വയസ്സിനും ഒക്കെ ഇടയിലുള്ള സ്ത്രീകളാണ്. അവർ ഒറ്റപ്പെട്ട് ജീവിച്ചിരുന്ന ആളുകളാണ്, വിശ്വാസമുണ്ടായിരുന്ന ആളുകളാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷേത്രവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ വിശ്വാസമുണ്ടായിരുന്ന ആളുകളാണ്. ഇതിലൊരാളെ കാണാതായിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞ സിന്ധുവിനെ കാണാതായത് സിന്ധുവിൻ്റെ മകളുടെ കല്യാണം നടക്കുന്നതിന് 2 മാസം മുമ്പാണ്. അമ്പലത്തിൽ പോകുന്നു എന്ന് പറഞ്ഞ് പോയതാണ്, പിന്നെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരം ആളുകളൊക്കെ ആയിട്ട് ഇയാൾക്കുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇയാൾ നടത്തിക്കൊണ്ടിരുന്നത് റിയൽ എസ്റ്റേറ്റും അതുപോലെ തന്നെ വാഹന കച്ചവടവുമാണ്. അപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റും വാഹന കച്ചവടവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും സ്ഥലവും ഭൂമിയും അത്യാവശ്യ സമ്പത്തും ഒക്കെ ഉള്ള ആളുകൾ, അത് വിൽക്കേണ്ട ആവശ്യമുള്ള ആളുകളെ വളരെ കൃത്യമായി കണ്ടുപിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇദ്ദേഹം ഈ അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ളതെന്നാണ് നമുക്ക് സംശയിക്കാൻ കഴിയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും അന്വേഷണം എങ്ങും ഈ സെബാസ്റ്റ്യൻ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് പോലീസുകാരൊക്കെ നിൽക്കുകയാണ്. കാരണം ഈ 68 വയസ്സൊക്കെ ഉള്ളത് കൊണ്ടിട്ട് തന്നെ ഇനിയിപ്പോൾ പോലീസിൻ്റെ രീതികൾ ഉപയോഗിച്ചുള്ള ചോദ്യം ചെയ്യലൊക്കെ മിക്കവാറും ഒരുപക്ഷെ അതൊക്കെ വലിയ റിസ്ക് ആണെന്ന് അവർക്ക് തന്നെ അറിയാം. പിന്നെ ഇതൊക്കെ ഇനി എപ്പോൾ തെളിയും എന്താണെന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മുടെ ഒരു നീതിന്യായ വ്യവസ്ഥ പ്രകാരം യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ ഒരു കേസ് വിചാരണക്ക് പോയി ശിക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഏറ്റവും കുറഞ്ഞൊരു 2-3 കൊല്ലവും 4-5 കൊല്ലമെങ്കിലും എടുക്കും. അല്ലെങ്കിൽ ഇതൊരു സ്പെഷ്യൽ കേസായി പരിഗണിച്ചുകൊണ്ട് ഫാസ്റ്റ് ട്രാക്കിൽ ഇപ്പോൾ ഭാസ്കര കാരണവർ വധക്കേസിലൊക്കെ തന്നെ അത്തരത്തിൽ 1 കൊല്ലം കൊണ്ടൊക്കെ ശിക്ഷ വിധിച്ചായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും നടപടികൾ എടുത്താൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇദ്ദേഹം ഒരു സൈക്കോപാത്താണ് എന്നുള്ളതാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ എല്ലാ രീതികളും ഒക്കെ വെച്ച് പരിശോധിച്ചാൽ ഇദ്ദേഹം അതിബുദ്ധിമാനായിട്ടുള്ളൊരു സൈക്കോപാത്താണ്. കാരണം ഇത്തരത്തിലുള്ള ഇരകളെ കൃത്യമായി കണ്ടെത്തുകയും അവരുമായി നേരിട്ട് ബന്ധപ്പെടുകയും അങ്ങനെ അവരെ തന്നോട് അടുപ്പിക്കുകയും പിന്നീട് അവരടുപ്പിച്ചതിന് ശേഷം ഇതുപോലെ അവരുടെ ആഭരണങ്ങളും അതുപോലെ വസ്തുക്കളും ഒക്കെ കവർന്ന്, കാരണം ഒരാളുടെ കേസിൽ അവരുടെ സ്ഥലം ഇയാൾ മറച്ചു വിട്ടിട്ടുണ്ട്. അതുപോലെ ചിലരുടെയൊക്കെ ആഭരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ചിലരുടെയൊക്കെ ആഭരണങ്ങൾ ബാങ്കിൽ കൊണ്ടേ പണയം വെച്ചിട്ടുണ്ട്. ബാങ്കുകളിൽ കോടിക്കണക്കിന് രൂപ ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നിരവധി സംശയകരമായ സാഹചര്യങ്ങളാണ്. ഷിബിലി ആദ്യം പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ഇതൊരു ചേർത്തലയിലെ ധർമ്മസ്ഥല എന്ന് വിളിക്കാൻ തോന്നുന്ന കാര്യമാണ്. ഈ 4 പേരിൽ തന്നെ ഒതുങ്ങുമോ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭയം കൂടി. കാരണം അവിടെ നിന്ന് മിസ്സിംഗ് ആയിട്ടുള്ള ബാക്കിയുള്ള കേസുകളൊക്കെ തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കേസുകളിൽ ഏതെങ്കിലും തരത്തിൽ ഇയാളുമായിട്ട് ബന്ധമുണ്ടായിരുന്നോ എന്നൊക്കെ ഉള്ളതും സംശയിക്കുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇത് വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാലോ ഇപ്പോൾ നേരത്തെ ഒരു 2 സ്ത്രീകളെ ബലി കൊടുത്തതുമായി ബന്ധപ്പെട്ട ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു. പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു സ്ഥലത്ത് നിന്നുള്ള കേസ് ഉണ്ടായിരുന്നു. ആ കേസിലൊക്കെ തന്നെ ഇത്തരത്തിൽ കവിതകൾ എഴുതുകയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ വളരെ ആക്റ്റീവ് ആവുകയും ചെയ്തിട്ടുള്ള ഒരാൾ അദ്ദേഹമാണ് ഏറ്റവും ഒടുവിൽ ഈ കൊലപാതകത്തിലേക്കൊക്കെ
നയിച്ചത്. ഇതൊക്കെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ ഈ വിശ്വാസവും അതുപോലെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയും ഒക്കെ കാണിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മുടെ കേരളം പോലെ വളരെ ഡെൻസിറ്റി ഉള്ള ഒരു സ്ഥലത്ത് പോലും, ഇപ്പം സാധാരണ വേറെ ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ ഒറ്റപ്പെട്ട വീടുകളൊക്കെ ഒരുപാടുണ്ടാകും, നമ്മുടെ നാട്ടിൽ അങ്ങനെയില്ല. പക്ഷെ അങ്ങനെ പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു കൾച്ചറലായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള നമ്മുടെ ആളുകൾ തമ്മിലുള്ള അത്ര വലിയ ഇടപഴകലൊന്നും ഇല്ലാത്തതിൻ്റെ മാറ്റത്തിൻ്റെ പ്രതിഫലനം കൂടിയായിട്ട് വേണം ഇതിനെ കാണാൻ. എന്താണെങ്കിലും കാത്തിരുന്ന് കാണാം. കാരണം ഇതിന് അന്വേഷണം കഴിയാൻ എന്തായാലും സമയമെടുക്കും. പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ്. കാരണം ഇദ്ദേഹം അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. ഇപ്പോൾ ഇയാളുടെ ഭാര്യയെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൂടെ മാത്രമേ എന്തെങ്കിലും ലീഡ്സ് കിട്ടിയാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. 2.5 ഏക്കർ സ്ഥലം മുഴുവൻ കളച്ച് പറിച്ച് പരിശോധിക്കുക എന്നും എളുപ്പമുള്ള കാര്യം അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് അന്വേഷണം എത്രത്തോളം പോകും എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പോലീസിനെ പോലും വട്ടം കറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ 68ാമത്തെ വയസ്സിലും സെബാസ്റ്റ്യൻ.